ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗിൽ തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട്. അതായത് കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പരിശ്രമം നടത്തിയിട്ടും പലപ്പോഴും ഡ്രൈവിങ്ങിൽ പരാജയപ്പെട്ടു പോകുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ. അതായത് ഒരു വാഹനം കയറ്റത്ത് ഓഫ് ആകാതെ എടുക്കാനായിട്ട് അറിയത്തില്ല. എങ്ങനെ കയറ്റത്ത് വണ്ടി എടുക്കണം, ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെങ്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും തന്നെ അറിയത്തില്ല. സാധാരണ നിങ്ങൾ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വാഹനം കയറ്റത്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റത്ത് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന എത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ, ഡ്രൈവിങ്ങിൽ ആ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കരുതുന്ന ആ ഒരു സിറ്റുവേഷനെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയും പരമാവധി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. വാഹനം പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് പ്രയോജനം ചെയ്യട്ടെ. നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കരുതുന്ന ഈ ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് നമ്മൾ കയറ്റത്ത് അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നത്, അതായത് വണ്ടിയുടെ എൻജിൻ മുതൽ നമ്മളുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കുകയും ഞാൻ പറയുന്ന 2-3 ട്രിക്കുകളും കൂടെ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എടുക്കുക എന്ന് പറയുന്ന ആ പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പം ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനൊരു ഐഡിയ പറഞ്ഞു തരാം. അതായത് വണ്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പം വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് കയറ്റത്താണ്, ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്, ഹാൻഡ് ബ്രേക്കും ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കയറ്റത്ത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും പാർക്ക് ചെയ്തിട്ടേക്കുന്നത്? ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതിരിക്കാനായിട്ട് നമ്മൾ മുന്നോട്ടുള്ള ഗിയർ മുൻഭാഗത്തേക്ക് ടയറിന് നമ്മളൊരു പിടുത്തം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാഹനം ഒരു കാരണവശാലും ബാക്കിലേക്ക് റോൾ ആകാനായിട്ടുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാഹനം കയറ്റത്ത് പുറകിലേക്ക് ഉരുണ്ടുപോകാതെ വാഹനത്തെ നിർത്താണ്. അപ്പം ഗിയറിനും ഹാൻഡ് ബ്രേക്കിനും അത്രത്തോളം ഒരു പ്രവൃത്തി കയറ്റത്ത് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ കാല് ഞാൻ ബ്രേക്കിലേക്കാണ് ആദ്യം വെക്കുന്നത്, രണ്ടാമതാണ് ഞാൻ ക്ലച്ച് ചവിട്ടുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ബ്രേക്കേ വന്നിട്ട് ക്ലച്ച് ചവിട്ടിയത്? അപ്പോൾ അവിടെ ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വാഹനത്തിന് എൻജിനുണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. ഇവ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു വാഹനം നമുക്കൊരു ഗിയറിൽ അല്ലെങ്കിൽ ഗിയർ മാറി മാറി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ വാഹനം ഇപ്പോൾ ഒരു ഗിയറിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എൻജിനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. ആ കണക്ഷനെ നമുക്കിവിടെ കട്ട് ഓഫ് ചെയ്യണം. അതിനാണ് ഞാൻ ഇവിടെ പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ക്ലച്ച് ചവിട്ടി ആ കണക്ഷൻ കട്ട് ഓഫ് ചെയ്തു. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, വണ്ടി സേഫാണ്. എന്നിട്ട് നമ്മൾ താക്കോല് ഓൺ ചെയ്യുന്നു. താക്കോൽ ഓൺ ചെയ്തതിന് ശേഷം ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ വാഹനം പ്രോപ്പർ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പം വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടിനും ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. നമ്മൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി കൊടുത്തത് കൊണ്ട് വണ്ടി ഒരു കാരണവശാലും മുന്നോട്ട് നീങ്ങത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും ഓഫാക്കി കൊടുക്കുകയാണ്. ഇതേ ഹാൻഡ് ബ്രേക്ക് ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ക്ലച്ച് അയക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിനുമായിട്ട് ഈ എൻജിനും ഗിയർ ബോക്സും തമ്മിൽ ഇങ്ങനെ കണക്റ്റ് ആകുന്ന അതായത് ഈ പവർ ഫ്ലോ രണ്ടും കൂടെ കണക്റ്റ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബൈറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ പറയുന്ന ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ വാഹനം കുറേ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരും. ഒന്ന്, നമ്മളിങ്ങനെ ക്ലച്ച് ചെയ്യുന്ന നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചേക്കുന്നത് ബ്രേക്കിൽ ചവിട്ടിയും വെച്ചിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ടിങ്ങിലുമാണ്. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ടൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഇടത്തേക്കാല് ജസ്റ്റ് ഫ്രീ ആക്കുകയാണ്. ഇടത്തേക്കാലിൻ്റെ എൻ്റെ ഒന്നും ഫ്ലോറിൽ വെക്കാതെ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാല് ഇങ്ങനെ അയച്ചു വരികയാണ്. എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് അയച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്റ്റ് ആകുന്ന ഒരു
പൊസിഷനുണ്ട്, ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് എൻ്റെ കാല് ഇങ്ങോട്ട് അയച്ചു വന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ വന്ന് തുടങ്ങുന്നത് മുതൽ നിങ്ങൾ ക്ലച്ചിനെ അവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. വൈബ്രേഷൻ വന്നാൽ ഉടൻ തന്നെ വീണ്ടും ക്ലച്ച് അയക്കാതെ വൈബ്രേഷൻ എപ്പോൾ ആരംഭിക്കുന്നോ അവിടെ ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബാലൻസ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് മുതൽ നമ്മുടെ വണ്ടിയുടെ ബൈറ്റിംഗ് പോയിന്റ് ആരംഭിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും കണക്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടിയുടെ വീലുകളിലേക്ക് പവർ ഫ്ലോ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പവർ ഫ്ലോ വീലുകളിലേക്ക് വന്നു തുടങ്ങുന്ന ആ ഒരു വിറയൽ പോയിന്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ വിറയൽ പോയിന്റ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ വിറയൽ പോയിന്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കണം. നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് റെഡി ആണോ എന്ന് അറിയാനായിട്ട് പതുക്കെ ഒന്ന് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഒന്ന് അയച്ചു നോക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങളിപ്പോൾ ബാലൻസ് ചെയ്ത ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാവധാനത്തിൽ പതിയെ ഒന്ന് ഇത്തിരി ഒന്ന് ക്ലച്ച് നയിക്കുക. അപ്പോൾ വണ്ടിക്ക് വിറയിൽ ഒരു ഇത്തിരി കൂടെ കൂടും. ഉണ്ടോ, ഇത്തിരി കൂടെ വണ്ടിയുടെ വിറയിലൊന്ന് കൂടി. എന്നിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുന്നു. അയച്ചു നോക്കിയിട്ട് നമ്മുടെ വണ്ടി ആ വിറയൽ പോയിന്റിൽ കയറ്റത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ചെറിയ കയറ്റത്താണ് വണ്ടി നിൽക്കും. ഇപ്പം ഞാൻ ബ്രേക്ക് ഒന്ന് അയക്കുകയാണ്. ഇതുണ്ടോ, ഇപ്പോൾ ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ നിന്നപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പം ആ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്, പവർ ഫ്ലോ വീലുകളിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ വണ്ടിയുടെ ടയർ റൺ ആകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്, ആ പവർ ഫ്ലോയെ നമ്മൾ ക്ലച്ച് ഉപയോഗിച്ച് അവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഇനി ഞാൻ ക്ലച്ചേന്ന് ഇങ്ങോട്ട് അയച്ചാൽ ആ പവർ ഫ്ലോ വീലുകളിലേക്ക് ചെല്ലും. വീലുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് കയറ്റമാണെങ്കിൽ ക്ലച്ച് മാത്രം അയക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു പവർ നമുക്ക് ക്ലച്ച് മാത്രം അയച്ചത് കൊണ്ട് വണ്ടിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലച്ച് അയക്കുമ്പോൾ മാത്രം വണ്ടി ഓഫായി പോകുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് പവറും ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ബൈറ്റിംഗ് പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുക്കണം. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ വാഹനം കിടക്കുന്നത് ചെറിയ കയറ്റത്താണ്. അപ്പം നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള ആക്സിലറേഷൻ മതി. ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ കൊടുക്കുക. ഇപ്പം ഞാനിത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ആ പോയിന്റ് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ ബൈറ്റിംഗ് ആ വിറയൽ മാറി. ഇത്ര നേരം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ ഉണ്ടായിരുന്നു, വാഹനത്തിൻ്റെ ആ സൗണ്ടിന് വേരിയേഷൻ ഉണ്ടായിരുന്നു. ആക്സിലറേഷൻ ഞാനിതേ ലൈറ്റായിട്ട് കൊടുത്തപ്പം ആ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി ഇതുണ്ടോ, ആ വിറയൽ മാറി, വണ്ടിയുടെ സൗണ്ട് സ്മൂത്തായി. ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഹാൻഡ് ബ്രേക്ക് എല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആക്സിലറേഷൻ ശകലം കൂടുതലായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇപ്പോൾ ബാലൻസ് ചെയ്ത ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കണം. പെട്ടെന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് ഈ ടയറിനെ കറക്കണം, ഫ്രണ്ട് ടയർ രണ്ടും കറങ്ങണം. അപ്പോൾ അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തിനാ, ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് ചെയ്യാൻ അയക്കുക. ആക്സിലറേഷൻ കൊടുത്തോണ്ട് പതിയെ ക്ലച്ച് ചെയ്യുന്ന ഞാൻ ഇങ്ങോട്ട് അയക്കുകയാണ്. കൊടുത്തുകൊണ്ട് ഞാൻ പതിയെ ക്ലച്ച് ചെയ്യുന്ന ഇതുണ്ടോ, ഒരു 4-5 സെക്കൻഡ് ഇങ്ങനെ പതിയെ അയച്ചപ്പം എൻ്റെ വണ്ടി ഇങ്ങോട്ട് നീങ്ങി. എന്നിട്ട് വീണ്ടും വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ആദ്യം ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു. അപ്പോൾ എന്തിനാണ് ക്ലച്ച് ചവിട്ടിയത് ആദ്യം, നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ നമുക്ക് താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യണം. വണ്ടി സ്റ്റാർട്ടിങ്ങിലും ആയിരിക്കണം. അതിന് നമ്മൾ ആദ്യം അങ്ങോട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുത്ത് ആ കണക്ഷൻ കട്ട് ഓഫ് ആവും. പക്ഷേ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഒപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ബ്രേക്കിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കാല് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ നമുക്ക് കയറ്റത്ത് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഹാഫ് ക്ലച്ചിനെയും അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റെയും അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ നടക്കുന്ന എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്